വണ്ടി ഒതുക്കി നിർത്തി. എന്നിട്ട് അയാളോട് ചോദിച്ചു, എന്തേ, എന്തു പറ്റി? അയാൾ പറഞ്ഞു, സാർ, എന്നെ ഇവിടെ ഇറക്കിക്കോളൂ. ഇനി വളരെ അടുത്തല്ലേ എന്റെ ലക്ഷ്യസ്ഥാനം. ഞാൻ അയാളോട് പറഞ്ഞു, ഞാൻ അല്പം സ്പീഡിൽ ഡ്രൈവ് ചെയ്തു. നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായി എന്ന് എനിക്ക് മനസ്സിലായി. ഇനി അത്രയും വേഗത്തിൽ ഞാൻ ഡ്രൈവ് ചെയ്യില്ല. നിങ്ങൾ കയറിക്കോളൂ. അദ്ദേഹം ദുഃഖമുഖം മായ്ച്ചു. പുഞ്ചിരിയാർന്ന മുഖത്തോടെ മുഖത്തിന്റെ ഭാവം അപ്പാടെ പകർന്ന സ്വരത്തിൽ എന്നോട് പറഞ്ഞു, വേണ്ട സാർ, ടൗണിൽ നല്ല തിരക്കാവും. എനിക്ക് ടൗൺ ടച്ച് ചെയ്യാതെ ഉൾവഴിയിലൂടെ സുഖസുന്ദരമായി പോകാം. ഞാൻ എന്റെ സുഹൃത്തിനെ വിളിച്ചാൽ അവൻ ഇവിടെ വരും. എന്നെ ഇത്രയും സേഫായി ഇവിടെ വരെ എത്തിച്ച നിങ്ങളോട് എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു. എനിക്ക് അതിനെ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ഒരുപാട് സന്തോഷം സാർ. പിന്നെ സാർ, അതിൽ ഞാൻ എന്റെ നമ്പറിൽ വിളിച്ചിരുന്നു. ആ നമ്പർ സേവ് ആക്കണം കേട്ടോ. വീട്ടിലെത്തിയാൽ എന്നെ ഒന്ന് വിളിക്കില്ലേ? ഞാൻ അപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഞാൻ അയാളോട് ചോദിച്ചു, അല്ല, എന്താ നിങ്ങളുടെ പേര്? അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് നമ്മളുടെ പേര് അറിയില്ല, പക്ഷേ നമ്മുടെ ജീവിത പൊരുൾ മുഴുവൻ രണ്ടുപേരും പങ്കുവച്ചില്ലേ? നമുക്ക് രണ്ടുപേർക്കും നമ്മൾ ആരാണെന്ന് വളരെ വ്യക്തമായും അറിയാം. അതിനും അപ്പുറമാണോ ഒരു പേര്? നിങ്ങൾ ഫ്രണ്ട് എന്ന് സേവ് ചെയ്തോളൂ സാർ. ഞാൻ ചിരിച്ചുകൊണ്ട് അയാളോട് പറഞ്ഞു, എന്നെ സാർ എന്ന് വിളിക്കുന്നത് പോലെ എന്റെ നമ്പർ സാർ എന്നാണോ സേവ് ചെയ്യാൻ പോകുന്നത്? നീയും ഫ്രണ്ട് എന്ന് സേവ് ചെയ്താൽ മതിട്ടോ. അങ്ങനെ കൈകൊടുത്ത് അവൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി. പുഞ്ചിരി നിറഞ്ഞ മുഖത്തോടെ ഞാൻ അവനോട് യാത്ര പറഞ്ഞു പതിയെ വണ്ടിയെടുത്ത് യാത്ര തുടർന്നു. സൈഡ് മിററിലൂടെ ഞാൻ അവനെ നോക്കിയപ്പോൾ അവൻ ഫോൺ എടുത്ത് ചെവിയിൽ വെക്കുന്നുണ്ടായിരുന്നു. ഞാൻ മുമ്പോട്ട് പോകെ വണ്ടിയുടെ തേർഡ് ഗിയർ ഇട്ടിട്ടുള്ളൂ. അപ്പോഴേക്കും റോഡ് നീളെ ആകെ ബ്ലോക്ക്. ഞാൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി ദൂരേക്ക് നോക്കി. അറ്റമില്ലാത്ത വണ്ടികളുടെ നീണ്ട നിര. എന്റെ വണ്ടിയുടെ കുറച്ച് പിന്നിലായി അതിവേഗത്തിൽ വന്നിരുന്ന ആംബുലൻസ് നിർത്തി. ഏതോ സീരിയസ് കേസ് ആയിരിക്കണം, അല്ലാതെ ഇത്രയും സ്പീഡിൽ അത് വരില്ല. ഞാൻ കാറിനുള്ളിൽ തന്നെ കയറി. AC-യുടെ തണുപ്പിലും എന്റെ ശരീരം വിയർക്കുന്നത് എനിക്ക് അനുഭവപ്പെട്ടു. എന്തെന്നറിയാത്ത ഒരു വൃത്തികെട്ട പരവേശം എന്നിൽ എന്തോ ഭീതി ഉണർത്തുന്നത് പോലെ.